ഞാനിപ്പം എമ്പുരാൻ മൂവി കണ്ട് കഴിഞ്ഞിട്ട് വരുക. ഞാനും മോനും കൂടെ പോയി മൂവി കണ്ടു. ഈ പഴയ റിവ്യൂ ഒക്കെ വെച്ച് നോക്കുമ്പം എമ്പുരാനെ കുറിച്ച് പറയുന്ന നെഗറ്റീവ് കമൻസിനകത്തൊന്നും ഒരു കഥയില്ല. അത് ഓരോരുത്തരുടെ പെർസെപ്ഷൻ കൊണ്ട് പറയുന്നത്. അത് നെഗറ്റീവായിട്ട് എടുക്കരുത് ആരും. വളരെ നന്നായിട്ട് കോറിയോഗ്രാഫി ചെയ്ത് അത് സിസ്റ്റമാറ്റിക്കായിട്ട് സാധാരണ മനുഷ്യർക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് പൃഥ്വിരാജും ആൻ്റണി പെരുമ്പാവൂരും ഇത് പ്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. ഇറ്റ്സ് റിയലി പവർ പാക്ഡ്. ബിക്കോസ് ആ മോഹൻലാൽ കുറച്ച് സമയമേ ഉള്ളൂ എന്നൊക്കെ ഞാൻ ഒരു റീലിനകത്ത് കണ്ടു. ഹി വാസ് ദെയർ ദി എൻറ്റയർ മൂവി. മോഹൻലാൽ ആദ്യം തൊട്ട് അവസാനം വരെയും ഫ്രം ദ ടൈം ഹി എൻറ്റേർഡ് ആ എൻട്രി ഒക്കെ എന്ന് പറഞ്ഞാൽ എന്താ ഒരു പവറിൻ്റെ ഒരു ആക്ഷൻ മൂവിയുടെയൊക്കെ ഒരു ത്രില്ല്. നമ്മൾ ഹിന്ദി മൂവികളൊക്കെ കാണുമ്പോൾ നമുക്കിങ്ങനെ തോന്നിയിട്ടുണ്ട് ഷാരൂഖ് ഖാനും മറ്റ് ഫേമസ് നടന്മാർ അമിതാഭ് ബച്ചനൊക്കെ വരുന്നത് പോലെ. ഇത് അതിലും നല്ല നമ്മുടെ മലയാളത്തിൻ്റെ ഒരു നടൻ ഇതുപോലെ ആക്ടിങ് പവർ ഉള്ള ഒരു നടനുള്ളപ്പോൾ അങ്ങനെ ആ മനുഷ്യനെതിരായിട്ടൊക്കെ പറയുന്നത് തന്നെ നമുക്ക് തെറ്റാണ്. ബിക്കോസ് വി കനോട്ട് ഡു വാട്ട് ഹീ ഡിഡ് ഇൻ ദാറ്റ് മൂവി. അപ്പം നമ്മൾ ഹൂ ആർ വി ടു ജഡ്ജ് പീപ്പിൾ ഹൂ ഹാസ് മോർ പവർ ആൻഡ് എഫിഷ്യൻസി ഇൻ വാട്ട് ദേ ആർ ഡൂയിങ്? അത് അവരുടെ വർക്കല്ലേ, അത് അവരുടെ പ്രൊഫഷനാണ്. അവർ സ്വയം നന്നായി ചെയ്ത് നന്നായി അതിൻ്റെ ഹയസ്റ്റ് പ്രൊഫഷണൽ അവരുടെ വർക്കിനോടുള്ള ആ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്റ്റേജിൽ നിൽക്കുന്ന മനുഷ്യരവരൊക്കെ. ലാലേട്ടനൊക്കെ എന്ന് പറഞ്ഞാൽ സൂപ്പർ, വെരി സൂപ്പർ ആക്ഷൻ. അതിനകത്ത് പവർ പാക്റ്റാണ് എൻറ്റയർ മൂവി. പലരും എന്നെ നിരുത്സാഹപ്പെടുത്തി പോകരുത്, ബോറിങ് ഇടയാണ്. 2 സ്ഥലത്ത് എനിക്ക് ബോറ് തോന്നിയത്. ഒന്ന്, മഞ്ജു വാര്യർ ആ കാട്ടിലേക്ക് ഇറങ്ങി ഓടുമ്പം മോഹൻലാൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളൊരു അടി ഇച്ചിരി നീണ്ടുപോയി. പിന്നെ രണ്ടാമതും ഏറ്റവും അവസാനം ആ മനുഷ്യനെ അടിച്ച് തകർക്കുന്ന സമയത്തും ആ അടി ഇച്ചിരി നീണ്ടുപോയി. പക്ഷേ ആ സൗണ്ടും ആ ആക്ഷനും ഒക്കെ പൃഥ്വിരാജ്, യു ആർ അമേസിങ്. യങ്ങായിട്ടുള്ള ആൾക്കാർക്ക് പിന്നെ ഒരുപാട് നമുക്ക് എഡിറ്റ് ചെയ്യുമ്പം നമ്മൾ സൂക്ഷ്മമായിട്ട് എഡിറ്റ് ചെയ്യുമ്പം നമ്മൾ റിലീജിയനെയും പൊളിറ്റിക്സിനെയും കൂടെ കൊണ്ടുവരുവാണെങ്കിൽ അതിനെ ക്രിട്ടിസൈസ് ചെയ്യാൻ ഒരുപാട് പോയിന്റ്സ് ഉണ്ട്. ഐ ഗെറ്റ് ദാറ്റ്. എന്ന് വിചാരിച്ച് ഈ മൂവിയായിട്ട് കാണണം. ഇതൊരു എൻ്റർടൈൻമെൻ്റ് ആണ്. ആ മൂവിയായിട്ട് കാണുകയെന്നുണ്ടെങ്കിൽ ഈ മൂവി നിങ്ങൾ എൻജോയ് ചെയ്യും. മസ്റ്റ് സി കേട്ടോ. വേറൊരു നെഗറ്റീവ് ഇമ്പാക്റ്റും ഇല്ലാതെ ആ ഒരു മെൻറ്റാലിറ്റിയോടുകൂടി പോസിറ്റീവായിട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന നമ്മുടെ തലമുറയിൽ ജനിച്ച് ജീവിച്ച് വളർന്ന ഒരു നല്ല ആക്ടേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പ്. അതിനകത്ത് പിന്നെ സുരാജ് വെഞ്ഞാറൻമൂട്, പിന്നെ എല്ലാവരെയും എവരിബഡി അതിനകത്ത് ആക്ട് ചെയ്ത എല്ലാവരും ഒന്നിനോടൊന്ന് മെച്ചം നന്നായിട്ട് അവർ അഭിനയിച്ചു. ഐ എം വെരി ഇംപ്രസ്ഡ്. ഐ എം സോ പ്രൗഡ് ദാറ്റ് ഐ എം എ മലയാളി. ഹാറ്റ്സ് ഓഫ് ടു ദി എൻറ്റയർ ടീം. നെഗറ്റീവായിട്ടുള്ള കമൻസ് ജസ്റ്റ് റീഡ് ആൻഡ് ലെറ്റ് ഇറ്റ് ഗോ. നിങ്ങളുടെ പ്രൊഫഷനെ ഒരിക്കലും അത് നെഗറ്റീവായിട്ട് ഇമ്പാക്റ്റ് ആക്കരുത്. പിന്നെ ഐ വിഷ് യു ഓൾ സക്സസ് കേട്ടോ. ഗുഡ് ജോബ്.